2 ദിവസമായി കേരളത്തിൽ വലിയ ബഹളം. TV ചർച്ചയിൽ ബഹളം, പത്രങ്ങളിൽ ബഹളം. ദേവസ്വം ബോർഡിൻ്റെ പണം സർക്കാർ കൊണ്ടുപോകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഇല്ല എന്ന് മന്ത്രി, ഉണ്ട് എന്ന് ഹിന്ദു സംഘടനകൾ. തെളിവ് കൊണ്ടുവരാൻ പറയുന്നു, വെല്ലുവിളിക്കുന്നു, ബഹളം കൂട്ടുന്നു. വിളിച്ച് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് 1 രൂപ, ഒരേ 1 രൂപയെങ്കിലും ട്രഷറിയിൽ പോയതായിട്ട് കാണിച്ചു തരാമോ? ഒരു കടലാസ് നിങ്ങൾക്കും കൊടുക്കാമല്ലോ, വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതൊക്കെയാണ് വെല്ലുവിളി. ആദ്യം ഞാനിതൊരു പിള്ളേർ കളിയാണ്, രാഷ്ട്രീയമല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് അവിടെ തീരുന്നില്ല, കൂടിക്കൂടി വരുന്നു. വെല്ലുവിളി ഉയർത്തുന്നത് മന്ത്രിമാരും MLA-മാരും ഒക്കെയാണ്. അപ്പോൾ പിന്നെ അത് അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ 2013-14 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത് മുഴുവനല്ല, 1 പേജ് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ്. ഈ പേജിൻ്റെ ഏറ്റവും അവസാനം സീരിയൽ നമ്പർ 42, 43, 44, 45 ഈ 4 ഐറ്റം ശ്രദ്ധിക്കുക. സബ് ട്രഷറി എറണാകുളം 1892 രൂപ 28 പൈസ നിക്ഷേപമുണ്ട്. സബ് ട്രഷറി കൊടുങ്ങല്ലൂർ 13,45,041 രൂപ നിക്ഷേപിച്ചിരിക്കുന്നു. തലപ്പള്ളി ട്രഷറി 2,349 രൂപ 92 പൈസ നിക്ഷേപിച്ചിരിക്കുന്നു. തൃശൂർ സബ് ട്രഷറിയിൽ 7,415 രൂപ 5 പൈസയുണ്ട്. എല്ലാം കൂടെ ചേർത്താൽ ഒരു 13,56,000 ചില്ലുവാനും രൂപ. ഇതേതായാലും 1 രൂപയിൽ കൂടുതലാണല്ലോ. ട്രഷറി തന്നെയാണല്ലോ. അപ്പോൾ ട്രഷറി തൊടുന്നേയില്ല, 1 രൂപയുടെങ്കിൽ 1 രൂപയുടെ കണക്ക് കൊണ്ടുപോവുക എന്നൊക്കെയുള്ള വെല്ലുവിളിക്ക് ഇത് മറുപടിയാണല്ലോ. ആദ്യഘട്ടം ഇങ്ങനെ നിൽക്കട്ടെ, ഇനിയുമുണ്ട്. വിവരാവകാശ നിയമപ്രകാരം തന്നെ ഞാൻ സംഘടിപ്പിച്ചെടുത്ത കടലാസുകളുണ്ട്. കെടുകാര്യസ്ഥതയുടെ, അഴിമതിയുടെ, ചുറ്റിക്കെട്ടോ ഒന്നുമില്ലാതെ കാണാതെ പോയ പണം ആർക്കും അറിയില്ല എവിടെ പോയി എന്ന്. ഓഡിറ്റർമാർക്കും അറിയില്ല. ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് രസീതില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടു എന്ന് പറയുന്നു, പക്ഷേ രസീത് ചോദിച്ചപ്പോൾ ഓഡിറ്റർമാരെ കാണിക്കുന്നില്ല. ഓഡിറ്റർമാർ രേഖപ്പെടുത്തി ഡെപ്പോസിറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു, ഫോളോയിങ് ഡെപ്പോസിറ്റ് ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ കോടികളുടെ കണക്കാണ് കേട്ടോ. ഈ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നു, ഇതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഒറിജിനൽ റെസീറ്റ് ചോദിച്ചിട്ട് ഇന്നുവരെ ഞങ്ങളെ കാണിച്ചിട്ടില്ല എന്ന റിമാർക്കോടുകൂടി അവര് ഓഡിറ്റ് ചെയ്ത് വിടുന്നു. ഈ വിവരങ്ങളെല്ലാം പുറത്തു വിടണോ? നാണക്കേടാക്കണോ സർക്കാരിന്? എവിടെയെങ്കിലും വെച്ചത് അവസാനിപ്പിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, സർക്കാർ ദേവസ്വം ഭരണത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ഇനി ഹിന്ദുക്കൾ അടങ്ങുകയുള്ളൂ. ഇതൊരു വലിയ സമരത്തിന്റെ തുടക്കമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ. ഒന്നിനു പിറകെ ഒന്നായിട്ട് തിരമാലകൾ പോലെ ഹിന്ദുക്കൾ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. കൂടുതൽ രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നാലെ. തൽക്കാലം ഇത് മാത്രം.